ജിംനി എക്സ്പ്ലോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ കൊല്ലംകോടിനടുത്തുള്ള സീതാർകുണ്ട് വാട്ടർഫാളാണ്. നമ്മളിവിടെ കാണുന്നത് നെല്ലിയാമ്പതി മലനിരകളാണ്. ഈ മലനിരകൾ കയറിയിട്ട് വേണം നമുക്ക് നെല്ലിയാമ്പതിയിൽ പോകാനായിട്ട്. അവിടെ നേരെ കാണുന്നതാണ് സീതാർകുണ്ട് വാട്ടർഫാള് മുകളിൽ നിന്ന്. ഈ ചാനലിൽ തന്നെ ഞാൻ വീഡിയോ കാണിച്ചിട്ടുണ്ട്, സീതാർകുണ്ട് വ്യൂ പോയിന്റ് എന്നുള്ളത്. ആ വ്യൂ പോയിന്റിൻ്റെ അവിടെ നിന്ന് സീതാർകുണ്ട് വ്യൂ പോയിന്റിൽ നിന്ന് വീഴുന്നതാണ് ആ വാട്ടർഫാള്. അവിടെ നിന്ന് ഇവിടെ നിലത്ത് പതിച്ച് ഈ കാട്ടിൽ കൂടി ഇങ്ങനെ താഴേക്ക് പതിച്ചിട്ട് ഈ കൊല്ലംകോട് ഗ്രാമത്തിൽ വന്ന് പതിക്കുന്നതാണ് സീതാർകുണ്ട് വാട്ടർഫാള്. നമ്മളിവിടെ കാണുന്നതാണ് കൊല്ലംകോട് ഗ്രാമം. ഇവിടെ കാണുന്നതാണ് കൊല്ലംകോട് ഗ്രാമത്തിനോട് ചേർന്നുള്ള സീതാർകുണ്ട് വാട്ടർഫാള്. നിങ്ങൾക്കിവിടെ ചെറുതായിട്ട് കാണാം. നമ്മളവിടേക്ക് നേരിട്ട് പോയിട്ട് ഇവിടെ കാണുന്നതാണ് സീതാർകുണ്ട് വാട്ടർഫാള്. നമ്മളത് കാണാനാണ് പോകുന്നത്. ഏതാണ്ട് 100 അടി മുകളിൽ നിന്നാണ് ഈ വെള്ളം വീഴുന്നത്. വർഷക്കാലത്തെല്ലാം ഇവിടെ പോകുമ്പോൾ അല്പം റിസ്ക് കൂടിയുണ്ട്. കാരണം ഇത്രയധികം ഹൈറ്റിൽ നിന്ന് വരുന്നു എന്ന് തന്നെയല്ല, മുകളിൽ നിന്ന് വലിയ കല്ലുകളെല്ലാം വീഴാനുള്ള സാധ്യതയുണ്ട്. നമ്മളീ പോകുന്ന സ്ഥലത്തും വലിയ വലിയ ഉരുളൻ കല്ലുകളെല്ലാം ചവിട്ടിയിട്ട് വേണം നമ്മൾ ഈ വാട്ടർഫാൾസിലേക്ക് പോകാൻ. നമ്മളിവിടെ വാഹനം പാർക്ക് ചെയ്ത് സ്ഥലത്ത് നമുക്ക് ഏതാണ്ട് 1 കിലോമീറ്ററോളം ഉള്ളിലേക്ക് നടക്കേണ്ടതായിട്ടുണ്ട്. ഈ കാടിൽ കൂടെ നടക്കുന്നതിന് വേണ്ടി ഇങ്ങനെ വഴിയെല്ലാം നടന്ന വഴിയായിട്ടുണ്ട്, കല്ലുകൾ ചവിട്ടി. പക്ഷെ അല്പം കൂടി നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ഉരുളൻ കല്ലുകളെല്ലാം ചവിട്ടി വേണം പോകാൻ. അവിടെ എത്തുന്നതിന് മുമ്പ് ഉള്ളൊരു വാട്ടർഫാൾസ് വീണതിന് ശേഷം വെള്ളം ഒഴുകി വരുന്ന സ്ഥലമാണ് ഇവിടെ. ഇവിടെയാണ് അല്പം സേഫായിട്ട് ആൾക്കാർക്കെല്ലാം ഇറങ്ങാൻ പറ്റുന്നത്. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ കുറേ പേര് അവിടെ നിന്ന് വെള്ളത്തിൽ നിന്ന് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. വളരെ മുകളിൽ നിന്ന് വെള്ളം വീഴുന്നതുകൊണ്ട് തന്നെ ഇവിടെ ചെല്ലുമ്പോൾ തന്നെ വെള്ളത്തിൻ്റെ വലിയ ശബ്ദമായിരുന്നു. നിങ്ങൾക്കിതിവിടെ കേട്ടാൽ മനസ്സിലാകും. തമ്മിൽ വർത്തമാനം പറഞ്ഞാൽ തന്നെ അങ്ങോട്ടും കേൾക്കാൻ പറ്റാത്ത അത്തരം ശബ്ദമാണ് ഇവിടെ ഉള്ളത്. മഴ കുറവായതുകൊണ്ട്, മഴക്കാലം കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങളിവിടെ എത്തിയത്. അതുകൊണ്ട് തന്നെ വാട്ടർഫാൾസ് കാണാൻ സാധിച്ചു എന്നുണ്ടെങ്കിലും വലിയ വെള്ളമൊന്നും ഇവിടെ ഇല്ല. ഇവിടെയെല്ലാം ഫോറസ്റ്റിൻ്റെ ബോർഡ്, സൈൻ ബോർഡെല്ലാം വെച്ചിട്ടുണ്ട്, ഫോറസ്റ്റ് ബോർഡ് വെച്ചിട്ടുണ്ട്. പ്ലാസ്റ്റിക് മാലിന്യം ഇവിടെയൊന്നും ഉപേക്ഷിക്കരുത് എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ എന്നാൽ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പോകുമ്പോൾ തന്നെ കാണാം. കാരണം എത്ര പറഞ്ഞാലും നമ്മൾ ചിലത് അനുസരിക്കില്ല എന്നുള്ളൊരു വാശി പോലെയാണ്. ദയവ് ചെയ്ത് ഈ ഇങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം ചെയ്യുമ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും തന്നെയല്ല മറ്റൊരു മാലിന്യങ്ങളും വലിച്ചെറിയരുത്. പ്രകൃതിയെ നല്ലപോലെ തന്നെ നമ്മൾ സംരക്ഷിക്കണം. അതുപോലെ തന്നെ ഈ സ്ഥലമെല്ലാം വൃത്തികേടാവാതെ സൂക്ഷിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. നമ്മളവിടെ നേരെ കാണുന്നത് നെല്ലിയാമ്പതി മലനിരകളാണ്. അതിന് മുകളിൽ നിന്നാണ് ഇങ്ങനെ വെള്ളം വരുന്നത്. ഇവിടെ എത്തിച്ചേരുന്നതിന് മുമ്പ് തന്നെ പ്രൈവറ്റായിട്ട് പല സ്ഥലത്തും വാഹനം പാർക്കിങ്ങുകളുണ്ട്. ഓരോ സ്ഥലത്തെത്തുമ്പോൾ നമ്മൾ കരുതും അങ്ങോട്ട് വാഹനം പോകില്ലെന്നുള്ളത്. കാരണം അവിടെ എല്ലാവരും പറയും വാഹനം മുന്നോട്ട് പോകുന്നില്ല എന്നത്. കാരണം അതവർക്ക് പാർക്കിങ്ങിന് വേണ്ടിയിട്ടാണ്. ഏതാണ്ട് 30 രൂപ ഒരു വാഹനത്തിന് ഓരോ പാർക്കിങ്ങായിട്ട് വാങ്ങിക്കുന്നുണ്ട്. ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നമ്മളല്പം കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് വാഹനം പാർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ആ പാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ദൂരം കൂടി ഇങ്ങനെ പ്ലെയിനായിട്ട് ഈ പാറയുടെ മുകളിൽ കൂടെയൊക്കെ നടക്കാം. അതിനുശേഷം പിന്നെ നമ്മൾ പൂർണ്ണമായിട്ടും ഈ കാട്ടിൽ കൂടെ നടക്കുന്നത് പോലെ തന്നെ വളരെ ഇടുങ്ങിയ ഒരു വഴിയാണ്. അല്പം ദുർഘടം പിടിച്ചൊരു വഴിയാണ്. കാണുന്ന പോലെ നേരി വരാനും അല്പം നടക്കാനും. വെള്ളം വീഴുന്ന ഭാഗത്തേക്കാണ്, ഈ വെള്ളം ചാടുന്ന ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഭാഗത്തെല്ലാം വളരെ അധികം സൂക്ഷിക്കേണ്ട സ്ഥലങ്ങളാണ്. അവിടെ ഒന്നും ഒരു കാരണവശാലും ഇറക്കരുത് എന്ന് ഫിക്സായിട്ട് വാണിംഗ് ബോർഡുകളുണ്ട്. കാരണം നമുക്ക് അവിടെ ചെല്ലുമ്പോൾ തന്നെ കാണാം വലിയ വലിയ കല്ലുകളാണ് കിടക്കുന്നത്. മുകളിൽ നിന്ന് ചെറിയൊരു കല്ലിൻ്റെ പീസ് തന്നെ മുകളിൽ നിന്ന് താഴെ പൊളിച്ച് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത്. നമ്മളവിടെ എത്തുന്നതിന് മുമ്പ് 2 പാറയുടെ ഇടയിൽ കൂടെ ഇങ്ങനെ
നേരിട്ട് വന്ന് വേണം അങ്ങോട്ട് കടക്കാനായിട്ട്. ഇതിൻ്റെ വീഡിയോകൾ കാണുമ്പോൾ പലരും പ്രത്യേകിച്ച് പ്രായമുള്ളവരെല്ലാം പറയാറുണ്ട് നമുക്ക് പോയി കാണാൻ കഴിയുന്നെങ്കിൽ വീഡിയോയിൽ കൂടെ ഈ സ്ഥലങ്ങളെല്ലാം കാണാൻ സാധിക്കുന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പോകുന്ന വഴികളെല്ലാം ഇതുമായിട്ട് കാണിക്കുന്നത്. കാരണം നമുക്ക് അങ്ങോട്ട് എത്തിപ്പെടാമെന്ന് വിചാരിച്ചാലും വഴികളെല്ലാം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്ക് എത്തിപ്പെടാൻ കഴിയുമോ എന്നുള്ളത്. അതുകൂടി മനസ്സിലാക്കിയിട്ട് വേണം അങ്ങോട്ട് പോകാനായിട്ട്. സാധാരണയായിട്ട് വീഡിയോകളിലെല്ലാം ആ ഡെസ്റ്റിനേഷൻ മാത്രമാണ് കാണിക്കുക. സീതാർകുണ്ട് വാട്ടർഫോൾ എന്ന് പറഞ്ഞാൽ കൊല്ലംകോടിനടുത്തുള്ള സീതാർകുണ്ട് വാട്ടർഫോൾ എന്ന് പറഞ്ഞിട്ട് നേരെ വാട്ടർഫോളാണ് കാണിക്കുക. അല്പം നടക്കണം എന്ന് പറയും. പക്ഷേ ഞാൻ വീഡിയോകളിൽ ഇത് കാണിക്കുന്നത് നിങ്ങൾക്കൊരു നേരിട്ടുള്ള അനുഭവം കൂടി തരുന്നതിന് വേണ്ടിയിട്ടാണ്. നിങ്ങളവിടെ പോകുമ്പോൾ ഈ വീഡിയോകളെല്ലാം കണ്ടതിന് ശേഷം മനസ്സിലാക്കാൻ നിങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ കഴിയുന്ന സ്ഥലമാണോ അല്ലേ എന്നുള്ളത്. നമ്മളങ്ങനെ മെയിൻ വാട്ടർഫോളിനെടുത്ത് നോക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഒരു കാരണവശാലും ഇറങ്ങരുത്. എൻ്റെ ഈ ചാനലിൽ തന്നെ ഞാൻ സീതാർകുണ്ട് വ്യൂ പോയിന്റ് എന്നൊരു വീഡിയോ കൊടുത്തിട്ടുണ്ട്. നെല്ലിയാമ്പതി മലയിൽ സീതാർകുണ്ട് വ്യൂ പോയിന്റിൽ നിന്ന് അവിടെ പോയിട്ടുണ്ട് ഉണ്ടാവും. ആ സീതാർകുണ്ടിലുള്ള വ്യൂ പോയിന്റ് ഞാൻ അവിടെയുള്ള പാറയുടെ സ്ലോപ്പ് എന്താണെന്നുള്ളത്. അവിടെ നിന്നാണ് ഈ വെള്ളം പതിക്കുന്നത്. ഏതാണ്ട് 100 അടി മുകളിൽ നിന്ന് അവിടെ നിന്ന് ചെറിയൊരു കല്ല് മാത്രം നിന്നാൽ മതി നമ്മുടെ തലയിലെണ്ണം നിലത്തുള്ള അവസ്ഥ നമുക്കറിയാം. അതുകൊണ്ട് പ്രത്യേകിച്ചും മഴക്കാലത്തൊന്നും ഇങ്ങോട്ട് അടുക്കാനേ കഴിയില്ല, നമുക്ക് പോകാൻ കഴിയില്ല. റിസ്ക് എടുത്താലും ഈ വെള്ളത്തിലേക്ക് ഇറങ്ങാതിരിക്കുക. ഇവിടെ കാണുന്ന പോലെ തന്നെ വലിയ വലിയ ഉരുളൻ കല്ലുകളാണ്. കല്ലിൽ ചവിട്ടിയാൽ കല്ല് കറങ്ങാനും അതുപോലെ നമ്മൾ വീഴാനും സാധ്യതയുണ്ട്. ഇവിടെ കാണുന്ന പോലെ മുകളിൽ നിന്ന് വന്നിട്ട് ഈ ജാഗ്രതയും വെള്ളം മാത്രമേ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. നല്ല വർഷക്കാലത്താണെങ്കിൽ ഇവിടെ ഈ പാറയിലെല്ലാം തട്ടി വളരെ വലിയ വെള്ളച്ചാട്ടമായിട്ട് കാണാൻ സാധിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ വർഷക്കാലം കൂടുമ്പോൾ സമയത്തെല്ലാം ഇവിടെ റെസ്ട്രിക്ഷൻസ് ഉണ്ടെന്ന് പറയുന്നു. ഇത്രയും അടുത്തൊന്നും പോകാനായിട്ട് അനുവദിക്കില്ല. അവിടെ പ്രത്യേകം ബോർഡുകളെല്ലാം വെച്ചിട്ടുണ്ട്. ഈ വാട്ടർഫാൾസെല്ലാം ദൂരം നിന്ന് കണ്ട് ആസ്വദിക്കുക, വെള്ളത്തിലേക്ക് ഇറങ്ങരുത് എന്നുള്ളത്. കഴിഞ്ഞ കൊല്ലം തന്നെ നമ്മൾ പല വീഡിയോകളിലും കണ്ടിരുന്നു, കണ്ടിരുന്നു. ഇവിടെയെല്ലാം വെള്ളത്തിൽ കുടുങ്ങിയിട്ട് ഫയർഫോഴ്സെല്ലാം വന്ന് രക്ഷിക്കുന്നത്. കാരണം 1-2 പാറയുടെ അപ്പുറത്തേക്ക് കിടന്ന് കഴിയുമ്പോഴായിരിക്കും പെട്ടെന്നൊരു വെള്ളത്തിന് ഫ്ലോ വരുന്നത്. വീട്ടിൽ കൊണ്ട് കിടക്കാൻ പറ്റാതെ കഴിഞ്ഞ തവണ 2-3 പ്രാവശ്യം തന്നെ ഫയർഫോഴ്സെല്ലാം വന്നാണ് ആളുകളെ രക്ഷിച്ചത്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം ഇങ്ങോട്ട് പോകാനായിട്ട്. വർഷക്കാലമെല്ലാം കഴിഞ്ഞ് വെള്ളത്തിൻ്റെ ഒഴുക്കെല്ലാം അല്പം കഴിഞ്ഞതിന് ശേഷം നടന്നു പോവുക. ഇതിന് മുമ്പ് ഞാനൊരു വീഡിയോ കാണിച്ചിരുന്നു, കൊല്ലംകോട് താമരപ്പാടം എന്നുള്ളത്. വളരെ മനോഹരമായ ഒരു വീഡിയോയാണ്. വീഡിയോ കാണാത്തവർ ഈ ചാനലിൽ കാണുക. ആ താമരപ്പാടം കണ്ടതിന് ശേഷം നമ്മൾ നേരെ പോന്നാലാണ് ഇങ്ങോട്ട് സീതാർകുണ്ടിലേക്ക് വരിക. സീതാർകുണ്ട് വരുന്നവർക്ക് ആ വീഡിയോ ആ സ്ഥലം കൂടി കാണാവുന്നതാണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ആ വീഡിയോ കണ്ടാൽ മുഴുവനായിട്ട് മനസ്സിലാകും. കൊല്ലംകോടിൻ്റെ മറ്റു ചില വീഡിയോകളും ഞാൻ ഈ ചാനലിനകത്ത് കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോകളെല്ലാം കാണുക. ഇങ്ങോട്ടെല്ലാം പോകുമ്പോൾ ഒരു ദിവസത്തിനുള്ളിൽ നമുക്ക് ഷുവറായ എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്യാനായിട്ട് സാധിക്കും. വളരെ മനോഹരമായ ഗ്രാമവും ചുറ്റുപാടുമാണ്. ഞങ്ങളങ്ങനെ അവിടെ വെള്ളച്ചാട്ടമെല്ലാം കണ്ട് തിരിച്ച് നടന്നു. വെള്ളത്തിൻ്റെ സൗണ്ട് കുറഞ്ഞ് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ആ വെള്ളച്ചാട്ടത്തിൽ അല്പം ദൂരേക്ക് മാറിപ്പോവുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഒരിക്കൽ കൂടി ഞാൻ ഓർപ്പിക്കുകയാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം പോയിട്ട് വീഡിയോ എടുത്ത്
നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ നിങ്ങളുടെ ഒരു സപ്പോർട്ട് മാത്രമാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മളങ്ങനെ ഈ വാട്ടർഫാൾസിലേക്ക് കയറുന്ന സ്ഥലത്തെത്തി. ഇവിടെ ഈ സിദ്ധാർകുണ്ട് വാട്ടർഫാൾസ് തുടങ്ങുന്ന സ്ഥലത്ത് തന്നെ നിങ്ങൾക്ക് ഇവിടെയുള്ള കൊല്ലംകോടിൻ്റെ, അതായത് ഈ സിദ്ധാർകുണ്ട് ഭാഗത്തുള്ള ഫ്രൂട്ട്സ് എല്ലാം കിട്ടും. ഫ്രഷായിട്ടുള്ള മാങ്ങയെല്ലാം കൊണ്ട് വാങ്ങിക്കാൻ കിട്ടും. ഇവിടെ കൂടുതലായിട്ടും കാണുന്ന ഇതാണ് മാംഗോ എസ്റ്റേറ്റ് ആണ്. വളരെയധികം മാവിൻ തോട്ടങ്ങളിലൂടെ കാണാൻ കഴിയും. അതുപോലെ തന്നെ ഫ്രഷായിട്ടുള്ള നെല്ലിക്ക, ഇതെല്ലാം നമുക്കിവിടെ വാങ്ങാൻ കഴിയും. ഈ സിദ്ധാർകുണ്ട് വാട്ടർഫാൾസ് തുടങ്ങുന്ന സ്ഥലത്ത് തന്നെ അതിൻ്റേതായിട്ടുള്ള ചെറിയ ചെറിയ കടകളുണ്ട്. ആവശ്യമുള്ളവർ ഇവിടെ വരുമ്പോൾ അതുകൂടി വാങ്ങിക്കാനായിട്ട് മറക്കരുത്. ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോയിൽ മറ്റൊരു സ്ഥലവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.